കുറെ പേര് ഇപ്പൊ ഇങ്ങനെ പറഞ്ഞോണ്ട് അത് എനിക്ക് എന്തോ ഒരു ഭയങ്കര ഹേർട്ട് ആവുന്ന ഒരു സംഭവമായിപ്പോയി. അടുത്ത സമയത്ത് ഈ രണ്ടുപേരും ഭയങ്കര വൈറലായിരുന്നു. ഒരു ടി വിയുടെ റിയാലിറ്റി ഷോ ഉണ്ടായിരുന്നു. ആ റിയാലിറ്റി ഷോയിൽ വന്നതാണ് ഭാര്യയും ഭർത്താവുമാണ്. എന്താ പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭർത്താവ് ഒരു ആക്സിഡന്റ് വന്നതാണ്. അവൻ തിരിച്ചു വരും, അക്കാര്യത്തിൽ സംശയമൊന്നുമില്ല. പക്ഷെ ഇപ്പം നിലവിൽ നടക്കാൻ പറ്റത്തില്ല, വീൽ ചെയറിലാണ് ജീവിതം. അപ്പോൾ ഭയങ്കര പോസിറ്റീവായിട്ട് പോകുന്ന ഒരു ഭാര്യയും ഭർത്താവും അവരുടെ ഒരു ടാലന്റ് ഒരു റിയാലിറ്റി ഷോയിൽ വന്ന് കാണിക്കുന്നു. അങ്ങനെയാണ് ഞാൻ ഇവരെ ശ്രദ്ധിക്കുന്നത്. അത്യാവശ്യം നല്ല വൈറലായിരുന്നു കേട്ടോ അവരും. ഞാൻ അങ്ങനെയാണ് ഇവരെ ശ്രദ്ധിക്കുന്നത്. പിന്നെ ഇവർക്കൊരു യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട്. ഇന്ന് യൂട്യൂബ് ചാനലിനകത്ത് അവർ വീഡിയോസൊക്കെ ചെയ്യാറുണ്ട്. അപ്പോഴും ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യമുണ്ട്, നമ്മൾ ഈ യൂട്യൂബ് ചാനലിനകത്തൊക്കെ വീഡിയോ ചെയ്യാൻ നേരത്ത് അത്യാവശ്യം ഭയങ്കര ബുദ്ധിമുട്ടാണ്. നല്ല ബുദ്ധിമുട്ടാണ് യൂട്യൂബിൽ ഒരു വീഡിയോ ഇടുന്നത്. സാധാരണ ഒരാൾ ഇരുന്ന് വീഡിയോ ഇടുക എന്ന് പറഞ്ഞാൽ കണ്ടന്റ് അനുസരിച്ച് ഇപ്പോൾ ട്രാവൽ വ്ലോഗ് ആണെന്നുണ്ടെങ്കിൽ ഇവനുള്ള വെയിലെല്ലാം കൊണ്ട് പോസിറ്റീവായിട്ട് ചിരിച്ച് തന്നെ വീഡിയോ ചെയ്യണം. അത്യാവശ്യം നല്ല രീതിയിൽ അത് വീഡിയോ എഡിറ്റ് ചെയ്യണം, പോസ്റ്റ് ചെയ്യണം. അതുപോലെ തന്നെ പല വീഡിയോസും അപ്ലോഡ് ചെയ്ത് വരുമ്പോൾ അത്യാവശ്യം നല്ല കഷ്ടപ്പാടാണ്, സമയം പോകും. അത് ഏത് വീഡിയോ ആണെന്നുണ്ടെങ്കിലും കഷ്ടപ്പാടാണ്. അങ്ങനെയാണ് യൂട്യൂബിൽ ഒരാൾ വീഡിയോ ചെയ്യുന്നത്. അതല്ലാത്ത ആൾക്കാരുണ്ടോ, പെട്ടെന്ന് ആൾക്കാരെ പറ്റിക്കാൻ പറ്റുന്ന പല തരത്തിലുള്ള പല പരിപാടിയും ചെയ്യുന്ന ആൾക്കാരും ഉണ്ട്. ഇല്ലെന്നൊന്നും ഞാൻ പറയത്തില്ല. എന്നാൽ ഈ രണ്ടുപേരും, ഈ ഭാര്യയും ഭർത്താവും, അവരുടെ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് അവരുടെ ഇപ്പോഴത്തെ ഫിസിക്കൽ കണ്ടീഷനകത്ത് നിന്നുകൊണ്ട് വീഡിയോ അപ്ലോഡ് ചെയ്യാറുണ്ട്. 10-60,000 സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. അവരുടെ വീഡിയോ ഒക്കെ ലക്ഷങ്ങളോളം ആൾക്കാർ കാണുന്നുണ്ട്. നല്ല രീതിയിൽ ആൾക്കാർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇവരുടെ വീഡിയോസ് വരാൻ നേരത്ത് ഞാനും കാണാറുണ്ട്, ഒരു ലൈക്കൊക്കെ ഞാനും കൊടുക്കാറുണ്ട്, സപ്പോർട്ട് ചെയ്യാറുണ്ട് നമ്മളെല്ലാവരും. കാരണം എന്താണെന്ന് വെച്ചാൽ അവരുടെ ജീവിതത്തിൽ ഒരു വലിയ ബുദ്ധിമുട്ടുണ്ടായിട്ട്, ഒരു കഷ്ടപ്പാടുണ്ടായിട്ട്, ഒരു ഫിസിക്കൽ കണ്ടീഷൻ ഒരു മാറ്റം, പെട്ടെന്നൊരു മാറ്റമാണ്. ഇതുവരെ നടന്നുകൊണ്ടിരുന്ന ആൾ നടക്കാൻ പറ്റാത്തൊരവസ്ഥ വരുന്നു. അവരുടെ ഫാമിലിയിൽ ഉണ്ടാകുന്ന ഒരു വലിയ ബുദ്ധിമുട്ട് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ രണ്ടുപേര് യൂട്യൂബിൽ ഒരു വീഡിയോ ഇടുന്നു. അവർ ഇന്നത്തെ അവസ്ഥയിൽ സന്തോഷിച്ച് അവർ വീഡിയോ ഇടുന്നു. അവരുടെ കണ്ടന്റ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പല കാര്യങ്ങൾ ഷെയർ ചെയ്തൊരു വീഡിയോ ഒക്കെ ഇടുന്നു, റീൽസ് ഇടുന്നു. ആ വീൽ ചെയറിൽ പോലും അവർ സന്തോഷത്തോടെ ഇരുന്ന് വീഡിയോ ചെയ്യുന്നു. നല്ല കാര്യം, ആൾക്കാരൊക്കെ സപ്പോർട്ട് ചെയ്യുന്നു. എന്നാൽ ഇന്നലെ അവർ മറ്റൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. സംഭവം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ കുറേ ആൾക്കാർക്ക് ഒരു സംശയം, ഈ പുള്ളിക്കാരനെ അഭിനയിക്കുകയാണോ ഉഡായിപ്പാണോ, എനിക്കത് നേരത്തെയും തോന്നി എന്നുള്ള രീതി. കാരണം എന്താ വെച്ചാൽ ഇവരുടെ യൂട്യൂബിൽ മറ്റൊരു വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയുടെ ഒരു സ്ക്രീൻഷോട്ട് ഇവിടെ കൊടുക്കാം. അവരൊരു കട്ടിലിരുന്നിട്ട് 4 പേര് റൗണ്ടായിട്ടിരിക്കും. ഈ 4 പേരും കൂടി ഇരുന്നിട്ട് യൂട്യൂബിൽ ഇപ്പം പലതരത്തിലുള്ള ഈ ഫാമിലി വ്ളോഗൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാലോ, എന്തെങ്കിലും ഒരു പാട്ടൊക്കെ കേൾപ്പിച്ചിട്ട് അതിനെപ്പറ്റി ഒരാൾ ചോദിക്കും, അതിനുള്ള മറുപടി വരും, രസകരമായ ഉത്തരവായിരിക്കും. അതൊക്കെ ഒരു ഫണ്ടെന്നുള്ള രീതിയിലൊക്കെ യൂട്യൂബിൽ വീഡിയോ ഇടും. ഈ വീഡിയോയ്ക്കകത്ത് ആ പയ്യൻ ആ കട്ടിലേൽ ഈ കാല് മടക്കി വെച്ചിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ കുറേ ആൾക്കാർക്ക് സംശയം തോന്നുന്നതിനകത്ത് തെറ്റൊന്നും ഞാൻ പറയുന്നില്ല. മനുഷ്യരാണെന്നുണ്ടെങ്കിൽ സംശയമൊക്കെ തോന്നും. അപ്പം ഇതുവരെ നമ്മൾ കണ്ടുകൊണ്ടിരുന്ന ആൾ വീൽ ചെയറിലായിരുന്നു. അപ്പോൾ വീൽ ചെയറിൽ നിന്ന് മാറ്റം വരാൻ നേരത്തെ ഒരു സംശയം, ഇത് പഴയ ഫോട്ടോയാണോ, മാന്യമായ രീതിയിൽ സംശയമാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടായോ, അത് വളരെ പോസിറ്റീവായിട്ടൊരു സംശയമാണ്. ഇതെല്ലാം കാണുന്നിട്ട് ചില ആൾക്കാർ ഇവരുടെ കമൻറ്റ് ബോക്സിൽ പോയിട്ട് ഇവൻ ഉടായിപ്പാണ് എന്ന രീതിയിൽ കമൻറ്റ് ഇടാൻ തുടങ്ങി. അതൊരുമാതിരി പന്ന ഡയലോഗ് അടിയല്ലേ. ആ പന്ന ഡയലോഗ് അടി കണ്ട് അവൻ്റെ ഒരു റിയാക്ഷൻ കണ്ടപ്പോഴാണ് ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യണമെന്ന് എനിക്ക് വിചാരിച്ചത്. ഇവർക്ക് ഇങ്ങനെ ഇരിക്കാൻ പറ്റുമോ, അതായത് കാല് മടക്കി വെച്ചിരിക്കാൻ പറ്റുമോ? ഇയാൾ സ്പൈനൽ കോഡ് ഇഞ്ചറി വന്നു, നടക്കാൻ പറ്റാതായ ആളല്ലേ, ഇപ്പോൾ എല്ലാം മാറിയോ, ഇയാൾ ഫ്രോഡാണോ എന്ന് അന്നേ സംശയമുണ്ടായിരുന്നു എന്നുള്ള രീതിയിലാണ് കമൻറ്റ് വരുന്നത്. അപ്പോൾ ഈ വീഡിയോ നോക്കിക്കഴിഞ്ഞാൽ ഇവർ ഈ ഒരു കമൻറ്റ് കണ്ടപ്പോൾ അവർക്ക് മാനസികമായ ഒരു വിഷമം ഉണ്ടായി എന്ന് ഞാൻ കാണുന്നുണ്ട്. അവരുടെ വീഡിയോയ്ക്കകത്ത് നമുക്ക് കാണാം. അവർ പറയുന്നുണ്ട്, ഈ കാല് വയ്യാതിരിക്കുന്ന ഒരു വീഡിയോ അല്ലെന്നുണ്ടെങ്കിൽ എനിക്ക് നടക്കാൻ പറ്റുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ കാല് വയ്യാതെ ഞാൻ വീഡിയോ ഇട്ടിട്ട് എന്ത് കാര്യം, എനിക്ക് പുറത്ത് പോകണമെന്ന് ആഗ്രഹമുണ്ട്, നടക്കണമെന്ന് ആഗ്രഹമുണ്ട്, ട്രാവൽ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, യൂട്യൂബിൽ ഒരു വീഡിയോ ഇടാൻ വേണ്ടി ഞാൻ അഭിനയിക്കേണ്ട കാര്യമുണ്ടോ എന്നൊരു ചോദ്യം അവിടെ ചോദിക്കുന്നത്. അതിനുശേഷം അവരുടെ മെഡിക്കൽ റിപ്പോർട്ട്സ് എല്ലാം അവർ ആഡ് ചെയ്യുന്നുണ്ട്. ആഡ് ചെയ്യുന്നത് കണ്ടപ്പോഴാണ് എനിക്കൊരു കാര്യം തോന്നുന്നത്, അവരെന്തിനാണ് ഡാർക്ക് അവരുടെ ലൈഫിൽ ഉണ്ടായിട്ടുള്ള മോശപ്പെട്ട ആ സമയത്തെ എന്തിനാണ് വീണ്ടും വീണ്ടും നമ്മളിങ്ങനെ ഓർമ്മിപ്പിക്കുന്നത്? നമ്മളെന്നല്ല, ഈ കമൻ്റ് ഇട്ട ആൾക്കാർ, ഇവനുടായിപ്പാണെന്നൊക്കെ പറഞ്ഞ് കമൻ്റ് ഇട്ട ആൾക്കാർ, ഇവർ അഭിനയിക്കുകയാണെന്നുണ്ടെങ്കിൽ ആലോചിച്ചു. ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ തന്നെ ഇവിടെ ചുറ്റുപാടുള്ള ആൾക്കാർ വരുത്തില്ലേ, ഇത് തട്ടിപ്പാണ്. കാരണം ഈ മനുഷ്യൻ നമ്മൾ എവിടെയെങ്കിലും വെച്ച് കാണാനില്ലേ നടന്നു പോകുന്നത്, മനസ്സിലായില്ലേ? അപ്പം നമ്മൾ എപ്പോഴും ഒരു ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ പല വിഷയങ്ങളിലും നല്ല രീതിയിൽ വിമർശിക്കാറുണ്ട്, അത്യാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വിമർശിക്കാറുണ്ട്. അതിനൊക്കെ ചിലപ്പോൾ ഒരു പരിധിക്ക് അപ്പുറം കയറി നമ്മൾ ഭീകരമായ രീതിയിൽ ആൾക്കാരെ വിമർശിക്കാറുണ്ട്, തിരിച്ചും ആൾക്കാർ വിമർശിക്കാറുണ്ട്. അത് നമ്മൾ ആ ഒരു സ്പിരിറ്റിൽ അങ്ങ് എടുക്കും. അതേസമയം ജീവിതത്തിൽ ഒരു പ്രശ്നം ഉണ്ടായിട്ട് ഒന്ന് മായ്ച്ചു കളഞ്ഞിട്ട് അവനൊന്ന് പോസിറ്റീവായിട്ട് മുമ്പോട്ട് വരുമ്പോൾ അതിൻ്റെ കമൻറ്റ് ബോക്സിൽ ഇപ്പോൾ ഇമാര് ഡയലോഗ് അടിച്ചു കഴിഞ്ഞാൽ നടക്കുന്ന കേസല്ല. അത് വളരെ മോശപ്പെട്ടൊരു കാര്യമാണ്. കാരണം അവൻ്റെ ലൈഫിൽ ഉണ്ടായ ഏറ്റവും വലിയ ദുരിതമാണ് ആ സാധനം, അല്ലേ, ഒരു ആക്സിഡൻ്റ് എന്ന് പറയുന്നത്. അതിലേക്ക് വീണ്ടും കുറച്ച് ആൾക്കാർ പിന്നോട്ട് വലിക്കുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. അവരുടെ മെഡിക്കൽ റിപ്പോർട്ടൊക്കെ അവർക്ക് ആഡ് ചെയ്യേണ്ടി വരുമെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് എന്ത് ദുരന്തമാണെന്ന് ആലോചിച്ച് നോക്കി. ഈ കമൻറ്റ് ഇട്ടവന്മാരൊക്കെ എന്ത് ദുരന്തമാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം,
നമ്മളെ കൊണ്ടും ചില ആൾക്കാരെയൊക്കെ പിന്തുണയ്ക്കാൻ പറ്റും. എങ്ങനെയാണെന്നറിയോ? ഞാൻ ഈ വീഡിയോസൊക്കെ കാണാൻ നിർത്തും, പലതരത്തിലുള്ള അഭിപ്രായ വ്യത്യാസമൊക്കെ കാണും. പക്ഷേ ജീവിതത്തിൽ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കി, പ്രത്യേകിച്ച് മെഡിക്കൽ കണ്ടീഷൻ, ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ട് ഒരുത്തൻ മുമ്പോട്ട് കയറി വരുന്നു, അല്ലെങ്കിൽ ഒരു പെൺകുട്ടി ആൺകുട്ടി അവരുടെ ലൈഫിൽ എല്ലാ പ്രശ്നവും മാറ്റി പോസിറ്റീവായിട്ട് മുമ്പോട്ട് വരുമെന്ന് നാളെ ഒരു എണീറ്റ് നടക്കുമെന്ന് നമ്മളും പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമ്മൾ ചെയ്യാൻ പറ്റുന്നത് എന്താ? ഒരു പോസിറ്റീവ് കമൻറ്റ് ഇട്ട് നോക്കി. ഒരു പോസിറ്റീവ് കമൻറ്റ് ഇട്ടുണ്ട്. ഈ ജീവിതത്തിലുണ്ടായ വിധിയോട് പൊരുതി വരുന്ന ആൾക്കാരുണ്ടല്ലോ, അവരുടെ കമൻറ്റ് ബോക്സിൽ പോയിട്ട് നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ട് ഒരു പോസിറ്റീവ് കമൻറ്റ് ഇട്ട് ആ കമൻറ്റ് മതി അവർക്ക് സന്തോഷം ഉണ്ടായാൽ, ആ കമൻറ്റ് മതി അവർക്ക് പ്രചോദനം ഉണ്ടായാൽ. ഒരു കമൻറ്റ് മതി അവർക്ക് എല്ലാം തകർന്നു പോകാൻ, അവർ ഡാർക്കായി പോകാൻ, അവർ ലൈഫിൽ ഇതുവരെ ഉണ്ടായിട്ടുള്ള എല്ലാ ഓർമ്മ അവരുടെ തിരിച്ചു വരാൻ, അവരുടെ ചിരി മാഞ്ഞു പോകാൻ ഒറ്റ കമൻറ്റ് മതി. അപ്പോൾ ഇതുപോലെ കമൻറ്റ് ഇടുന്നതിന് മുമ്പ് ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട്. എല്ലാ പ്രതിസന്ധിയും ഒന്ന് മാറി അവരൊന്ന് ജീവിതത്തിലേക്ക് വരുന്നു, ഒന്ന് ചിരിക്കാൻ തുടങ്ങാൻ ദയവ് ചെയ്ത് അവരെ വീണ്ടും ഇല്ലാതാക്കാൻ ശ്രമിക്കരുത്. അവർ സന്തോഷത്തോടെ വരട്ടെ, അവർ ആ വീൽ ചെയറിൽ ഇരുന്ന് സന്തോഷം കണ്ടെത്തുന്നുണ്ട്, അങ്ങനെ അവർ റീലിടുന്നുണ്ട്, നമ്മൾ മഹാഭൂരിപക്ഷം ആൾക്കാർ അവരെ പിന്തുണയ്ക്കുന്നുണ്ട്. ഒരു കമൻ്റ് ഇട്ട് നമുക്കവരെ വീണ്ടും പിന്തുണയ്ക്കാം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. നമ്മുടെ നാട്ടിൽ കുറേ ചൊറിയന്മാരുണ്ട്. ഇവന്മാർ സ്ഥലവും സമയവും നോക്കാതെ ഡയലോഗ് അടിക്കുന്നവരുണ്ട്. സ്ഥലവും സമയം നോക്കാതെ ഈ ഫേക്ക് പ്രൊഫൈലിൻ്റെ കീഴിലാണ് കുറേ എണ്ണം ഇരിക്കുന്നത്. എൻ്റെ കമൻറ്റ് ബോക്സ് വന്നിട്ട് കുറേ എണ്ണം കിടന്ന് ബഹളം വെക്കുന്നത് ഞാൻ കാണുന്നുണ്ട്. ഇതിനൊന്നും നമ്മൾ മറുപടി കൊടുക്കാത്തത്, നിങ്ങൾക്ക് ഓപ്പണായിട്ട് ഈ കമൻറ്റ് ബോക്സ് എടുക്കണം. നിങ്ങൾ എന്ത് പറഞ്ഞാലും നമ്മളൊന്നും ഇത് ബാധിക്കുന്നില്ല. പക്ഷെ അങ്ങനെയല്ല. ഒരു ആക്സിഡൻറ്റിനൊക്കെ കഴിഞ്ഞിട്ട് ഒന്ന് പ്രതീക്ഷയോടെ മുമ്പോട്ട് വരികയാണ്. അവർക്കിപ്പം വേണ്ടത് നമ്മുടെ സപ്പോർട്ടാണ്. നമ്മളൊന്നും വേണ്ട സപ്പോർട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവർക്കൊരു ഊർജ്ജം ഉണ്ടാവും, അവർക്കൊരു ആത്മവിശ്വാസം ഉണ്ടാവും. അവൻ നടന്നു കയറി ഇനി വരും. കാരണം അത്രയും ഒരു സ്പിരിറ്റ് ഉണ്ട് അവർക്ക്, ആ ഫാമിലിക്ക്. ആ ഫാമിലി നാളെ എണീറ്റ് നടന്ന് നമ്മുടെ മുന്നിലൂടെ നടന്നു പോകും. അത് കാണുമ്പോൾ നമുക്ക് സന്തോഷമാണ് വരേണ്ടത്. അല്ലാതെ ഒരു വീഡിയോ കാണാൻ നേരത്ത് അവനെ ഒന്ന് ഇരിക്കുന്ന കാണാൻ നേരത്ത് ആ വീഡിയോക്കകത്ത് തന്നെ അവർ പറയുന്നുണ്ട് കൈ സപ്പോർട്ട് ചെയ്താൽ ഇരിക്കുന്നത്, അരയ്ക്ക് താഴെയാണ് തളർന്നു പോയിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന ആളെ വീണ്ടും കുത്തി നോക്കാൻ ചെല്ലരുത്. നാളെ അവർ എണീറ്റ് നടക്കട്ടെ. യൂട്യൂബ് കൊണ്ട് അവർക്ക് ഒരു കാര്യം കൃത്യമായിട്ടൊരു പറയാം. യൂട്യൂബ് ഒരു വരുമാനമാർഗ്ഗം. പല ആൾക്കാർ യൂട്യൂബിൽ വെറുതെ ചുമ്മാ കച്ചറ വീഡിയോ ഇട്ടിട്ട് ലക്ഷങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. നമ്മളിതൊക്കെ കാണുന്നുണ്ട്. കച്ചറ വീഡിയോ, ഒട്ടും ക്രിയേറ്റീവ് അല്ലാത്ത കുറേ സാധനം എടുത്തിരുത്തും. ഇതൊക്കെ ആൾക്കാർ ഇവിടെ കാണുന്നുണ്ട്. അതേസമയം ഇവർ കഷ്ടപ്പെട്ട് ഒരു സാധാരണ മനുഷ്യനേക്കാൾ കൂടുതൽ സമയം, എഫേർട്ടും അവർക്കുള്ള ബുദ്ധിമുട്ടും മാറ്റി വെച്ചിട്ടൊരു വീഡിയോ ഇട്ട് നമ്മളെ ഒന്ന് ഹാപ്പി ആക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരെ പിന്തുണച്ചു കൊടുക്കുക. അവർക്ക് 10 രൂപ കിട്ടുന്നെങ്കിൽ കിട്ടട്ടെ എന്നങ്ങ് ചിന്തിച്ചേക്കുക. അതിൻ്റെ കമൻറ്റ് ബോക്സിൽ പറ്റി ഇമാതിരി ഈ ഡയലോഗ് അടിക്കുന്നവരുണ്ടല്ലോ, എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മഹാഭൂരിപക്ഷം ഫേക്ക് ഐഡിയാണ്. സമയവും സാഹചര്യം നോക്കി ഡയലോഗ് അടിക്കണം. എനിക്ക് അത്ര പറയുള്ളൂ. സമയം സാഹചര്യം, ഒരാൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ അവസ്ഥ നോക്കിയിട്ട് വേണം ഡയലോഗ് അടിക്കാൻ. അത്ര എനിക്ക് പറയുള്ളൂ. നേരെ അല്ലാതെ നിൽക്കുന്ന ഒരാളോട് നീ എന്ത് വേണമെങ്കിലും ഡയലോഗ് അടി, എന്ത് വേണമെങ്കിലും കച്ചറ ഉണ്ടാക്കുക. മിനിമം സ്വന്തം അച്ഛൻ്റെ പേര് ബാക്കിൽ വെച്ചിട്ട് പ്രൊഫൈലിൽ മുഖം കാണിച്ച് വന്നിട്ട് കച്ചറ ഉണ്ടാക്കും. ഇത് പല എണ്ണവും പ്രൊഫൈൽ കാണിക്കില്ല, വെല്ലോടത്ത് ഒളിച്ചിരുന്നിട്ടാണ് ഡയലോഗ് അടിക്കുന്നത്. ഇപ്പോൾ സുഹൃത്ത് ഭക്തൻ്റെ ഒരു കേസ് നിങ്ങൾ കണ്ടല്ലോ. ഒളിച്ചിരുന്നിട്ടൊന്നും കാര്യമില്ല, പിടിക്കണമെന്ന് ഒരുത്തം വിചാരിച്ചു കഴിഞ്ഞാൽ പിടിക്കാൻ പറ്റും. ഇതിപ്പോൾ ഏത് മഹാമോനാണെന്നുണ്ടെങ്കിലും പിടിക്കും കേട്ടോ. അപ്പം മനുഷ്യത്വം എന്ന് പറയുന്നത് ഒരു മനുഷ്യന് ആവശ്യമായിട്ടുള്ള കാര്യമാണ്. അത് കാണിക്കേണ്ടടുത്താണ് കാണിക്കേണ്ടത്. മനസ്സിലായോ? കാണിക്കേണ്ടടുത്താണ് കാണിക്കുന്നത്. അപ്പോൾ ശരി, ടാറ്റ.